ജയിൽ ചാട്ടം കണ്ടിട്ടുണ്ടോ? അതും ലോക ജയിൽ ചാട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ജയിൽ ചാട്ടം. 2012 അങ്ങ് സൗത്ത് കൊറിയയിൽ 50 വയസ്സ് പ്രായമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടർ, ചോയ് ഗ്യാപ് ബോക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ നടത്തിയ വളരെ അവിശ്വസനീയമായ ഒരു ജയിൽ ചാട്ടം. ജയിൽ പുള്ളികൾക്ക് ആഹാരം കൊടുക്കുന്ന സെല്ലിലെ ചെറിയൊരു ഗ്യാപ്പ്, 15 സെന്റിമീറ്റർ ഉയരവും 45 സെന്റിമീറ്റർ വീതിയും മാത്രമുള്ള ഈ ഗ്യാപ്പിലൂടെ ഈ പുള്ളിക്കാരൻ രക്ഷപ്പെടാൻ ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ആദ്യം തലയാണ് പുറത്തിടുന്നത്, പിന്നീട് ശരീരമൊക്കെ പതുക്കെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഇറക്കി വരുന്നുണ്ട്. കാരണം ഇയാളെ യോഗ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആണ്. മാത്രമല്ല ഓയിൽമെന്റുകൾ ബോഡിയിൽ തേച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഹിപ്പായപ്പോഴത്തേക്കിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ പാൻറ് ഊരിക്കളഞ്ഞ് വിത്ത് ജട്ടി മാത്രം ഇട്ടുകൊണ്ട് പുള്ളിക്കാരൻ സ്ക്വീസ് ചെയ്ത് പുറത്തിറങ്ങി. ഈ സമയത്ത് ഉണ്ടായിരുന്ന 3 ഗാർഡുകൾ ഉറക്കം തൂങ്ങി കിടക്കുകയായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരൻ ഇറങ്ങുന്നത്. പക്ഷേ ഗാർഡുകൾ അകത്ത് നോക്കുമല്ലോ, ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ബെഡിൽ ആള് കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഓപ്പൺ ചെയ്ത് അകത്ത് നോക്കിയപ്പോഴാണ് ബെഡിൽ ആളില്ല. തലങ്ങണയൊക്കെ വെച്ച് പുള്ളിക്കാരൻ അവരെ പറ്റിച്ചിരിക്കുന്നു. അങ്ങനെ ഗാർഡുകളെ പറ്റിച്ചിറങ്ങി ഓടിയ ഈ ചോയ് ഗ്യാപ് ബോക്കിനെ തേടി ഒരു 400ഓളം പോലീസുകാർ പിറകെ പോകുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. മാത്രമല്ല ഏകദേശം 6 ദിവസത്തോളം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ റൂഫ് ടോപ്പിൽ ഒരു കാർഡ് ബോർഡിന്റെ അടിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ സേഫ് ആയിട്ടിരുന്നു. പക്ഷെ അവസാനം എല്ലാ ജയിൽ ചാട്ടങ്ങളെയും പോലെയും അവസാനം പുള്ളിക്കാരനെ പോലീസുകാരെ പിടിച്ച് ജയിലിലാക്കുമ്പോൾ ഇപ്പോൾ ആ ഫുഡ് കൊടുക്കുന്ന ഏരിയ കുറച്ചുകൂടെ ഗ്യാപ്പ് കുറച്ചു. കാരണം ചോയ് ഗ്യാപ് ബോക്കിന് ഇനി ആ ഗ്യാപ്പിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുള്ളിക്കാരനെ എന്നേക്കുമായി ജയിലടക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ജയിൽ ചാട്ടങ്ങൾ പറയുന്നത് ഫാസിനേറ്റിംഗ് ആണ്. കാരണം എന്ത് കണ്ടിട്ടാണ് ഇവർ ജയിൽ ചാടുന്നത്? കാരണം ചില ജയിൽ ചാട്ടങ്ങൾ മാസങ്ങൾ വർഷങ്ങളോളം ഇവർ പ്ലാൻ ചെയ്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്താണ് സംഭവം ചെയ്യുന്നത്, നടപ്പാക്കുന്നത്. പക്ഷേ അങ്ങനെ നടപ്പിലാക്കിയാലും ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ 6 ദിവസം കൊണ്ട് പുള്ളിക്കാരനെ പിടിച്ച് വർഷങ്ങളോളമുള്ള പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ അത്ര നാളെ സമയമെടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ വെറും കുറഞ്ഞ സെക്കൻഡ് ലൈക്ക് ദാറ്റ് അവർ പിടിച്ചകത്താക്കാറുണ്ട് ജയിൽ പുള്ളികളെയൊക്കെ. അപ്പോൾ എന്നിട്ട് അവരങ്ങനെ കാണിക്കാനുള്ള കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ ഫ്രീഡം. ഇപ്പം പറന്ന് നടക്കുന്ന കിളിയെ പിടിച്ച് കൂട്ടിലിട്ടാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതിന് പറക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുപോലെയാണ് ക്രിമിനൽസിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. അവർ എന്നും ഇഷ്ടത്തോടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഈ ജയിലിൽ സെല്ലിൽ കിടന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിമിഷം അവർ ഫ്രീഡം കിട്ടുകയാണെങ്കിൽ അവർക്ക് മൈൻഡിന് ഭയങ്കര റിലീഫ് ആയിരിക്കും. കാരണം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും കാരണം അതിനകത്ത്. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കാം ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തത്. കാരണം പിടിക്കപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിരിക്കും, എന്നാലും ആ ഒരു സ്വാതന്ത്ര്യം കുറച്ച് നേരം കിട്ടുന്നത് ഭയങ്കര റിലീഫായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. സോ അതിനുവേണ്ടി ആയിരിക്കും ഈ ജയിൽ പുള്ളികളൊക്കെ ഇങ്ങനെ ജയിൽ ചാടുന്നത്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ക്രൈമുകൾ ചെയ്യാതിരിക്കുക, ചെറുതും വലുതും എന്തോ ആയിക്കോട്ടെ, ചെയ്ത് ആ ഒരു സെല്ലിലേക്ക് പോയി കിടക്കാതിരിക്കുക. കിടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ മാനസികമായി തകരും, നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തു പോകും. സോ അതുകൊണ്ട് മാക്സിമം കുറ്റവാളി ആവാതെ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഉള്ള കാലം സമാധാനത്തെ എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷ തടവ് ശിക്ഷ തന്നെയാണ്, വധശിക്ഷയെക്കാലം. വധശിക്ഷ അപ്പം തന്നെ കഴിഞ്ഞു. പക്ഷേ തടവ് ശിക്ഷ അങ്ങനെയല്ല, നമ്മളെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട് നമ്മൾ അതിനകത്തോടെ നരകിക്കും.